Welcome back. I am Srirag. FX Mallu episode number 2. നമ്മളുടെ ബിഗിനർ ക്ലാസ്സുകളുടെ സെക്കൻഡ് എപ്പിസോഡാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് ഫോറക്സ് എന്നും എന്താണ് ഇതിൻ്റെ ഒരു ഐഡിയ എന്നും എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നതെന്നും ഒക്കെ ഒരു ബ്രീഫായിട്ട് നമ്മൾ എല്ലാത്തിലും ഒന്ന് റൺ ചെയ്തായിരുന്നു. സോ നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കുറച്ചുകൂടെ ഡീപ്പായിട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പോകുന്ന ജേർണിയിൽ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നുണ്ടാവും. നിങ്ങൾക്ക് വീണ്ടും വീണ്ടും ഇത് കാണുമ്പം എന്ന് പറഞ്ഞാൽ ഓരോ എപ്പിസോഡ് വെച്ച് കാണുന്ന സമയത്ത് അത് വളരെ ഹെൽപ്ഫുള്ളായിരിക്കും. എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങളിത് 1-2 വട്ടം ഒന്നും കാണേണ്ട കാര്യമില്ല, ഒരു വട്ടം കണ്ടാൽ മതി. ഞാൻ പറയുന്ന വീഡിയോസ് മാത്രം 2 വട്ടം കാണുക. ഇപ്പം പോകുന്ന വീഡിയോസൊക്കെ ഒരു വട്ടം കണ്ടാൽ മതി, അതിൽ കൂടുതലൊന്നും കാണേണ്ട കാര്യമില്ല. പക്ഷേ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ കഴിഞ്ഞ ഇതിൽ പറയാൻ മറന്നുപോയ കാര്യമാണ്, നിങ്ങൾ നോട്ട് എഴുതുക ക്ലീനായിട്ട്. ഇതിൻ്റെ പറയുന്ന കാര്യങ്ങളെല്ലാം നോട്ടഡ് ആയിട്ടായിരിക്കണം മുന്നോട്ട് പോകുന്നത്. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് മറവി ഉണ്ടാവും. സ്വാഭാവികമായിട്ടും നമ്മൾ പറയുന്ന കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ട് ചെയ്യാം. ഓക്കെ, എന്നാൽ മാത്രമേ ഈ കാര്യങ്ങൾ ലാസ്റ്റ് മനസ്സിലാവുള്ളൂ. കാണേണ്ട വീഡിയോസ് രണ്ടാമത് കാണാൻ പറയാം, അല്ലാത്ത വീഡിയോസൊന്നും രണ്ടാമത് കാണേണ്ട കാര്യമൊന്നുമില്ല. ഇതൊക്കെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ആണ്. നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ സ്ട്രക്ചർ താഴെ ബേസ് മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോവുക. ഓക്കെ, അല്ലാണ്ട് നേരെ പോയിട്ട് ബൈയും സെല്ലും ചെയ്യുന്നതിലല്ല കാര്യം. ഓക്കെ, ആ ഒരു പ്ലാറ്റ്ഫോമിൽ പോകുമ്പോൾ നമുക്ക് എന്താണ് ട്രേഡിംഗ് എന്നും കാര്യങ്ങളും ഒക്കെ അറിയാം. പക്ഷേ നമ്മുടെ ആദ്യത്തെ കാര്യങ്ങൾ മനസ്സിലാവാതെ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ എന്തോ പോയി കാണിക്കുന്ന ഒരു ഫീൽ കിട്ടും. സോ പ്രൊഫഷണലി നമ്മളിതിനെ അപ്രോച്ച് ചെയ്തൊരു ഡെയിലി ലൈഫായിട്ട് ഇതിനെ കൊണ്ടുപോകുന്ന സമയത്ത് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ഡെയിലി ലൈഫിൽ നിങ്ങളുടെ ഒരു ജോബായിട്ട് നിങ്ങൾ കൊണ്ടുപോകാൻ താല്പര്യമുള്ളൊരു വ്യക്തിക്ക് നമ്മളുടെ താഴേന്ന് പഠിച്ച് ഈ ബേസിക് ഒക്കെ മനസ്സിലാക്കി പോകുന്നതാണ് ഏറ്റവും നല്ലത്. സോ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എന്താണ് ഫോറക്സ് എന്നും അതിൻ്റെ കാര്യങ്ങളും ഒക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് പോയായിരുന്നു. സോ നമ്മൾ ഈ വീഡിയോയിൽ അതിനകത്ത് കുറച്ചുകൂടെ ഡീപ്പായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ 3 കാര്യങ്ങൾ പ്രോപ്പറായിട്ട് പഠിക്കും. ഇപ്പം സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് പോലെ ഒരു ബിൽഡിംഗ് ഇതിനില്ല എന്നുണ്ടെങ്കിൽ ഇത് എവിടെ നിന്ന് വർക്ക് ചെയ്യുന്നു എന്നുള്ളതിനെക്കുറിച്ച് നമ്മുടെ ആ ഒരു ചോദ്യത്തിന് ഒരു ഉത്തരം ഇവിടെ കിട്ടും. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് രാവിലെ 3 മണിക്ക് എണ്ണീറ്റും ഇതിനകത്ത് ട്രേഡ് ചെയ്യാൻ പറ്റുന്നതെന്നുള്ള ഒരു ചോദ്യത്തിന് ഉത്തരം കിട്ടും. അതുമാത്രമല്ല, ഇത് എപ്പോഴും വർക്ക് ചെയ്യുന്നത് കൊണ്ട് എപ്പോൾ ട്രേഡ് ചെയ്യണമെന്നുള്ളതിനെക്കുറിച്ച് ഒരു ബോധ്യം നമുക്ക് കിട്ടും. നമ്മൾ ജസ്റ്റ് പറഞ്ഞു പോകും. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൈം നമ്മുടെ രീതിയിൽ നോക്കുന്ന ടൈമുകൾ വേറെ ഉണ്ട്. നമ്മളിതിൻ്റെ ഓവറോൾ ടൈം പീരീഡ് എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, ദ മാർക്കറ്റ് ദാറ്റ് നെവർ ക്ലോസ്. 24 hours ഈ മാർക്കറ്റ് റൺ ആവും. നമ്മൾ ആദ്യത്തെ ഇതിൽ പറഞ്ഞ പോലെ ഇപ്പം നിങ്ങളൊരു സ്റ്റോക്ക് എക്സ്ചേഞ്ച് എടുത്ത് വെച്ച് നോക്കുകയാണെങ്കിൽ അതിനിപ്പം ന്യൂയോർക്കിലൊരു സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഉണ്ട്, അതുപോലെ നമ്മുടെ ഇന്ത്യൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഉണ്ട്. ഇതെല്ലാം ഒരു ബിൽഡിങ്ങിനകത്താണ് വർക്ക് ചെയ്യുന്നത്, അല്ലേ? അപ്പം ഇത് 24 hours മാർക്കറ്റ് ഗ്ലോബലി ഫുൾ ടൈം ഇത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ബാങ്ക് ബ്രോക്കേഴ്സ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതിന് ഇന്ന ഒരു സ്ഥലമെന്നോ അങ്ങനെയൊന്നുമില്ല, ഇതിങ്ങനെ എക്സിസ്റ്റ് ചെയ്യുന്നു എന്നേ ഉള്ളൂ. എവിടാന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. സോ സൺഡേ ഈവനിങ് സ്റ്റാർട്ട് ചെയ്യുന്ന പരിപാടി എൻഡ് ചെയ്യുന്നത് വെള്ളിയാഴ്ച രാത്രിയിലാണ്. നമ്മളുടെ ഇത് വെച്ചിട്ട് അല്ല, ഫോറക്സ് മാർക്കറ്റിൻ്റെ റണ്ണിങ് അവേഴ്സ് ഇങ്ങനെയാണ്. ഞായറാഴ്ച വൈകുന്നേരം ന്യൂയോർക്ക് ടൈമിൽ ഓപ്പൺ ആവും. അതേപോലെ എന്നിട്ട് ഞായറാഴ്ച രാത്രിയിൽ അത് ക്ലോസ് ആവുന്നു. ഞായറാഴ്ച വൈകുന്നേരം ആണ് PM സെഷനിൽ ന്യൂയോർക്ക് ടൈമിൽ ഓഫ് ആകുന്നെങ്കിലും നമുക്ക് രാത്രിയിൽ ക്ലോസ് ആവുന്നുണ്ട്. സോ ഇതാണ് നമ്മളുടെ ആ ഒരു ന്യൂയോർക്ക് ട്രേഡിംഗ് അവേഴ്സ്. ഒരു വീക്കിൽ ഇത് 24 hours റൺ ചെയ്യുന്നു എന്ന് പറയുന്നത്. കാരണം ഇത് സ്റ്റോപ്പില്ല. ആ ഒരു ടൈമിൽ ഇത് സ്റ്റാർട്ടായി കഴിഞ്ഞാൽ ഇതിങ്ങനെ റൺ ചെയ്ത് പിറ്റേ ദിവസം റൺ ചെയ്ത് രാത്രികളിലും എല്ലാം റൺ ചെയ്താണ് പോകുന്നത്. നമ്മൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ പഠിക്കും. അതേപോലെ തന്നെ 24 hours ഇത് റണ്ണ് ചെയ്യുമെന്നുണ്ടെങ്കിലും ചില അവേഴ്സിൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ പീക്ക് മൊമെൻറ്റ് കിട്ടുകയുള്ളൂ. ഇപ്പം നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്കുക. ഇപ്പോൾ ഒരു സിറ്റി, നിങ്ങളുടെ സിറ്റി 24 hours റണ്ണിങ്, ആരും അത് അടച്ചു വെക്കുന്നില്ല. ഇപ്പം നിങ്ങളുടെ സിറ്റിയുടെ ബോർഡർ. ഓക്കെ, നിങ്ങളൊരു രാത്രി 3 മണി 2 മണിക്കൊക്കെ ചെന്നാൽ കാണുന്ന തിരക്കായിരിക്കത്തില്ല രാവിലെ 10 മണിക്ക് ചെല്ലുമ്പം, അല്ലേ? ഒരു പീക്ക് അവർ ഉണ്ട് നമ്മളുടെ സിറ്റിക്ക്, ഏതൊരു സ്ഥലങ്ങൾക്കും.
ഒരു പീക്ക് അവർ ഉണ്ട്. അതുപോലെ തന്നെ മാർക്കറ്റിനും ഒരു പീക്ക് അവർ ഉണ്ട്, അവേഴ്സ് ഉണ്ട്. ഒരവറല്ല, അവേഴ്സ് ഉണ്ട്. ആ പീക്ക് അവർ എന്തൊക്കെയാണെന്നുള്ളതും നമ്മൾ ഈ വീഡിയോയിലൂടെ പഠിക്കും. സോ നോ സെൻട്രൽ എക്സ്ചേഞ്ച്. വാട്ട് ഈസ് OTC? ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു OTC എന്താണെന്നുള്ള കാര്യം ഞാൻ പറയാമെന്നുള്ളത്. സോ OTC എന്താണെന്ന് ഞാൻ പറയുകയാണെങ്കിൽ സിമ്പിളി ഇപ്പം നിങ്ങൾക്ക് കാണാം, സ്ക്രീനിൽ കാണുന്ന പോലെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ഫോറക്സ്, OTC മാർക്കറ്റ്. ഇപ്പം ഫോറക്സ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു ഓഫീസ് ഒരു ലൊക്കേഷനിലുണ്ടാവും. ഇപ്പം ന്യൂയോർക്കിന് ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഉണ്ട്, അതുപോലെ ഇന്ത്യൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഉണ്ട്. ഒരു ബിൽഡിങ്ങിലാണിത്. അപ്പം അതിനൊരു ഫിക്സഡ് ടൈമിംഗ് ഉണ്ടാവും, ഫിക്സഡ് ക്ലോസിംഗ് ഉണ്ടാവും. ഒരു വിൻഡോയിലായിരിക്കും ഈ ഒരു സംഭവം നടക്കുന്നത്. ഇന്ന് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ടുമാറോ നമ്മൾ വെയിറ്റ് ചെയ്യണം, രാത്രി വെയിറ്റ് ചെയ്തിട്ട് പിറ്റേ ദിവസമാണ് ഓപ്പൺ ആകുന്നത്. പക്ഷേ OTC മാർക്കറ്റ് വെച്ച് നോക്കുമ്പം ഇതിനൊരു ഫിസിക്കൽ ലൊക്കേഷൻ ഇല്ല. ഓക്കെ, ഇത് മൾട്ടിപ്പിൾ കോട്ടിംഗ് ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ പല ബാങ്കുകളുടെ പ്രൈസുകൾ കോട്ട് ചെയ്ത് ബെസ്റ്റ് പ്രൈസുകൾ ഇങ്ങനെ കോട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. കോട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഇപ്പം ബൈയിങ് സെല്ലിങ് ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. ഓക്കെ, ഈ 24 hours മാർക്കറ്റാണ് നമ്മുടേത്. മറ്റേതുപോലെ ഇപ്പം സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ വെച്ച് നോക്കുമ്പം രാവിലെ തുടങ്ങി വൈകുന്നേരം ഓഫ് ആകുകയാണ്. ഇത് 24 hours രാത്രിയിലും ഉണ്ടാവും. പിന്നെ ഇങ്ങനെ ഞാൻ പറഞ്ഞ പോലെ ഞായറാഴ്ച വൈകുന്നേരം ഓപ്പണായി, ന്യൂയോർക്ക് ടൈമാണ് ഞാൻ പറയുന്നത്. വെള്ളിയാഴ്ച രാത്രിയിൽ ഓഫ് ആവുന്നു, വെള്ളിയാഴ്ച വൈകുന്നേരം ക്ലോസ് ആവുന്നു നമ്മളുടെ ഇത് വെച്ചിട്ട്, ന്യൂയോർക്ക് ടൈം വെച്ചിട്ട്. സോ ഒരു റെഗുലേറ്ററി അക്രോസ് ഇപ്പം മൾട്ടിപ്പിൾ കൺട്രീസിൻ്റെ റെഗുലേഷൻ ആയിരിക്കും. അപ്പം ഓരോ ബാങ്കുകളുടെയും ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ റെഗുലേഷൻ, ഒരു സെൻട്രലൈസ്ഡ്, ഇപ്പം നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിന് ഒരു സെൻട്രലൈസ്ഡ് റെഗുലേറ്ററി ബോർഡുണ്ട്. ഇതിനതില്ല. ഇങ്ങനെ ഇത് മണ്ടക്കോട്ടും താഴോട്ടും ഒക്കെ ഭയങ്കര റാൻഡമായിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. റാൻഡം എന്ന് പറയാൻ പറ്റില്ല, ഓരോ ന്യൂസിൻ്റെ അഫക്റ്റും ഉണ്ട്. ഇപ്പം AUDക്ക് ഒരു ന്യൂസ് ഉണ്ടായാൽ ആ മാർക്കറ്റ് നല്ല പോലെ വോൾട്ടൈലാവും. അതുപോലെ തന്നെ USDയുടെ ന്യൂസുകൾ വന്നു കഴിഞ്ഞാലും നല്ല പോലെ വോൾട്ടിലിറ്റി USD പേഴ്സിനകത്തുണ്ടാവും. നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ല. നമ്മുടെ ഇന്ത്യൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പർട്ടിക്കുലർ ഇപ്പോൾ ഒരു സ്റ്റോക്കിന് ആ ഒരു കമ്പനിയുടെ വാല്യുവേഷനും കാര്യങ്ങളും വന്നാലേ മാത്രമേ, അതുപോലെ ഇന്ത്യയുടെ വലിയ ഇമ്പാക്റ്റ് ന്യൂസുകൾ വന്നാലേ അവിടെ ഇന്ത്യൻ മാർക്കറ്റിൽ വലിയ ഫ്ലക്ച്വേഷൻസും കാര്യങ്ങളും ഉണ്ടാവും. USDയുടേത് വരുന്നതുണ്ടാവും, പക്ഷേ വലിയ ഇമ്പാക്റ്റുള്ള USD ന്യൂസുകളാണെങ്കിലേ ഉണ്ടാവുള്ളൂ. സോ ഇങ്ങനെയാണ് ഈ ഒരു OTC മാർക്കറ്റ് വർക്ക് ചെയ്യുന്നത്. കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ ഇങ്ങനെ അഴിച്ചുവിട്ട പട്ടം പോലെ നടക്കുന്നതാണ്. അത് ഇങ്ങനെ ബൈയും സെല്ലും ഓരോ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കും. ഇതെങ്ങനെയാണ് നമ്മളുടെ അക്കൗണ്ടിൽ നിന്നൊക്കെ പോകുന്നതെന്നുള്ള കാര്യം നമ്മൾ എങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യുന്നതും എല്ലാം നമുക്ക് പറയാം മുന്നോട്ട് പോകുന്ന സമയത്ത്. ഓക്കെ, സോ എന്താണ് OTC മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവർ ദ കൗണ്ടർ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഇപ്പം ഒരു സെൻട്രൽ എക്സ്ചേഞ്ച് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ ബ്രോക്കറിൽ നിന്ന് നിങ്ങളുടെ എക്സിക്യൂഷൻ പോകുന്നത് ബാങ്കുകളിലേക്ക് പോകുന്നതെല്ലാം ഇലക്ട്രോണിക്കലി ആണ് ബാങ്കുകൾ ട്രേഡുകൾ എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഇപ്പം അതിനൊരു സർവറുണ്ട്. ആ സർവറിനെ കുറിച്ച് നമുക്ക് പിന്നീട് പഠിക്കാം. അതിൻ്റെ കാര്യമില്ല, നിങ്ങൾ ഇത് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് പോയാൽ മതി. ഇപ്പം ഈ ഒരു മാർക്കറ്റിൽ നിന്ന് ഇപ്പം ഈ 24 hours ഈ ബാങ്കുകൾ ഈ സർവർ ത്രൂ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബെസ്റ്റ് പ്രൈസിൽ. അപ്പോൾ ഈ ബെസ്റ്റ് പ്രൈസിൽ ട്രേഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ ബാങ്കുകൾക്ക്, ഈ 24 hours ബാങ്കുകൾക്ക് നിങ്ങളുടെ ബ്രോക്കറിന് ബെസ്റ്റ് പ്രൈസ് കോട്ട് ചെയ്യാനുള്ള അവസരം. ഇപ്പം നിങ്ങളൊരു ബെസ്റ്റ് ബ്രോക്കറാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രൈസ് പ്രോപ്പറായിട്ട് എക്സിക്യൂട്ട് ചെയ്യാനും, നിങ്ങളെപ്പോൾ ബൈ ഇട്ടാലും ഒരു സെല്ലിനുള്ള ഓപ്ഷൻ അതിൻ്റെ ഓപ്പോസിറ്റ് ഉണ്ടാവും. നിങ്ങളുടെ ബാങ്കിന് അത് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. സോ ഭയങ്കര വോൾട്ടിലിറ്റി ഈ ബാങ്കുകളുടെ ഇതിനകത്ത് തന്നെ ഉണ്ടാകും. വോൾട്ടിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിക്വിഡിറ്റി പ്രൊവൈഡേഴ്സ് എന്ന് പറയും ഈ ബാങ്കുകളെ. നമുക്ക് ലിക്വിഡിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ബാങ്കുകൾ. അപ്പം അവർക്ക് ഒരു നല്ല പ്രൈസുകൾ നിങ്ങൾക്ക് തരാൻ പറ്റും നിങ്ങൾ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ. ചിലത് കാണാം നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ തെന്നി മാറിപ്പോകുന്നത്, സ്ലിപ്പ് അടിച്ച് പോകുന്നത്. പക്ഷേ നല്ല ബ്രോക്കേഴ്സാണ് സെലക്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ള എക്സിക്യൂഷൻ കിട്ടും. സോ അതിനുള്ള കാരണം ഇതാണ്. ഈ ബാങ്കുകൾ തമ്മിൽ ഇങ്ങനെ സർവറിനകത്ത് ഈ എക്സിക്യൂഷൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും വേൾഡ് വൈഡ്. സോ അതാണ് 7 trillion മാർക്കറ്റ്, ഒരു ഡെയിലി മാർക്കറ്റ് വോളിയം എന്ന് പറയുന്നത് 7 trillion. അപ്പോൾ ഈ 7 trillion ഈ ബാങ്ക് സർവറിലൂടെ പോകുന്നത്. പല ബാങ്കുകളിൽ ഇങ്ങനെ ഈ സർവറിലൂടെ പോകുന്ന സമയത്ത് നിങ്ങളുടെ ട്രേഡുകൾ എക്സിക്യൂട്ട് ചെയ്യാൻ വളരെ
സിമ്പിളായിട്ട് പറ്റും. സോ അതാണ് നമുക്ക് മോർ യൂസ് ഈ 24 hours മാർക്കറ്റ് കൊണ്ട്. ഇപ്പം നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടാവും. ഇപ്പോൾ ആരെങ്കിലും നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ഈ മാർക്കറ്റ് ഇങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ ഒരു ഐഡിയ ഉണ്ട്, എന്താണ് പറയാൻ പറ്റും. ഒരു സെർവറിലൂടെ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്നത് പോകുന്നു എന്നുള്ളത്. അതിനെക്കുറിച്ച് എൻ്റെ ഒരു മാപ്പ് ഞാൻ ലാസ്റ്റിൽ കാണിക്കാം. ഓക്കെ, അപ്പം ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് ആണ് ഇപ്പം നിങ്ങൾക്ക് മെയിൻ വേണ്ടത്. ഇതെങ്ങനെ യൂട്ടിലൈസ് ചെയ്യാമെന്നൊക്കെ നമ്മൾ പഠിക്കും. നിങ്ങൾ ധൃതി വെക്കാതിരിക്കുക. ഇതെല്ലാം നോട്ട്സ് എഴുതി പോവുക. ഇപ്പോൾ ഇപ്പോൾ എപ്പിസോഡ് 1 കണ്ടു, എപ്പിസോഡ് 2 നോട്ട്സ് എഴുതി പോവുക വീഡിയോസ് കാണുന്ന സമയത്ത്. എന്നിട്ട് അത് യൂസ്ഫുൾ ആവും. നിങ്ങൾ രണ്ടാമത് ഇത് കാണേണ്ട കാര്യമില്ല, ഞാൻ പറയാം രണ്ടാമത് കാണേണ്ട വീഡിയോസ് ഏതൊക്കെയാണ്. ഓക്കെ, ഇത് ഒരു കളക്ഷൻ ഓഫ് ഡേറ്റ പോലെ എൻ്റെ യൂട്യൂബിൽ ഞാൻ കളക്ട് ചെയ്ത് പോകുന്നേ ഉള്ളൂ. ഓക്കെ, സോ ഇതാണ് നമ്മളുടെ 4 countries ഈ ഒരു 24 hours മാർക്കറ്റിൽ റണ്ണാവുന്നത്. ലിക്വിഡിറ്റി ഒരിക്കലും ഡിസപ്പിയർ ആവില്ല ഈ 4 രാജ്യങ്ങൾ ഓപ്പൺ ആവുന്ന സമയത്ത് തന്നെ. സോ നമുക്ക് ഇതിനകത്ത് ടൈമിങ് ഞാൻ കൊടുത്തിട്ടുണ്ട്, ഏതൊക്കെ പേഴ്സാണ്, അതും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇത് ജസ്റ്റ് നിങ്ങൾ വാച്ച് ചെയ്ത് പോവുക. ഓക്കെ, ഇതിനെ നിങ്ങൾക്കൊരു റിലേ ആയിട്ട് കാണാം. ഇപ്പം റിലേ നിങ്ങൾ കണ്ടിട്ടില്ലേ, നമ്മുടെ റേസ്. ഇപ്പം റണ്ണിങ്, ഒരു ചെറിയ സ്റ്റിക്ക് ഓടി പകുതി ആകുമ്പം അടുത്ത ആളുടെ കൊടുത്ത് ആ ആളത് വാങ്ങി അടുത്ത ആൾ കൊടുത്ത്, നിങ്ങൾക്ക് ആ റിലേ അറിയാലോ, സ്പോർട്സ്. അപ്പം അതേപോലെയാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. ഇപ്പം സിഡ്നി എന്ന് പറയുന്ന ഓസ്ട്രേലിയൻ സിറ്റിയാണ്. ഇപ്പം സിഡ്നി ഓപ്പൺ ആവുന്ന സമയത്ത്, ഓസ്ട്രേലിയൻ മാർക്കറ്റ് ഓപ്പൺ ആവുന്ന സമയത്ത് ഓപ്പൺ ആവുന്ന ടൈം നമുക്ക് കാണാം. 3:30 ഓപ്പൺ ആവുന്നു. IST ആണ്. നമ്മൾ ട്രേഡ് ചെയ്യുന്ന ടൈമുകൾ ഇതിനകത്തൊന്നുമല്ല. ഇത് നിങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് പോവുക. നമ്മൾ ട്രേഡ് ചെയ്യുന്ന ടൈമിനെ കുറിച്ച് നമ്മൾക്ക് വീഡിയോ വരുന്നുണ്ട്, ഇതല്ല. ഓക്കെ, 3:30 ഓപ്പൺ ആവുന്ന മാർക്കറ്റ് 12:30 ആകുമ്പം 12:30 PM ആകുമ്പം 3:30 AM ഓപ്പൺ ആവുന്നത് 12:30 PM ആകുമ്പം ക്ലോസ് ആവുന്നു. ക്ലോസ് ആയി കഴിഞ്ഞ് പിന്നീട് മാർക്കറ്റ് ഓപ്പൺ ആവുന്നത് ടോക്കിയോ മാർക്കറ്റാണ്. ടോക്കിയോ മാർക്കറ്റ് ഓപ്പൺ ആവുന്നത് 5:30 AM 5:30 AM എന്ന് പറയുന്നത് ഈ സിഡ്നിയുടെ ലാസ്റ്റ് അവർ ആകുമ്പോൾ, ലാസ്റ്റ് അവർ അല്ല, സിഡ്നി ഓപ്പൺ ആയി വരുന്ന സമയത്ത് തന്നെ ടോക്കിയോ ഓപ്പൺ ആവുകയാണ്. ടോക്കിയോ ക്ലോസ് ആവുന്നത് 2:30 PM 2:30 PM ക്ലോസ് ആവുമ്പോൾ തന്നെ ലണ്ടൻ 1:30 PM ഇതിനകത്ത് തന്നെ ഓപ്പൺ ആവുന്നുണ്ട്. 1:30 PM ഓപ്പൺ ആവുന്ന ലണ്ടൻ 10:30 PM ആവുമ്പോൾ ക്ലോസ് ആവുന്നു. ഓക്കെ, പിന്നീട് ന്യൂയോർക്ക് 6:30 PM ഓപ്പൺ ആവുന്നു. അതിനകത്ത് തന്നെ ഇതെല്ലാം ഓവർലാപ്പ് ചെയ്യുന്നുണ്ട്, ഒന്നിനകത്ത് വെച്ചാണ് അടുത്തത് ഓപ്പൺ ആവുന്നത്. സോ 3:30 ആവുമ്പം ന്യൂയോർക്ക് ക്ലോസ് ആവുന്നു 3:30 AM ആവുമ്പം. അപ്പം 3:30 AM ആകുമ്പോൾ ന്യൂയോർക്ക് ക്ലോസ് ആവുന്ന സമയത്ത് തന്നെ വീണ്ടും 3:30 AM സിഡ്നി ഓപ്പൺ ആവുകയാണ്. സോ ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. ഓക്കെ, നെക്സ്റ്റ് വീക്കിൽ സൺഡേ ഈവനിങ് നമ്മുടെ ന്യൂയോർക്ക് ഓപ്പൺ ആവുന്ന സമയം തൊട്ട് വെള്ളിയാഴ്ച രാത്രി വരെ ഇതിങ്ങനെ റൺ ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, ഒരു ചെറിയൊരു മാപ്പാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. ഓവർലാപ്പിംഗ് ടൈമും കാര്യങ്ങളും ഒക്കെ കാണിച്ചേക്കുന്ന ഒരു മാപ്പാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ആവശ്യമില്ല, ഇത് ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് പോവുക. ഓക്കെ, നിങ്ങൾ ഈ ഓവർലാപ്പും ഇത് എപ്പോഴാണ് ഓപ്പൺ ആവുന്നതെന്നുമുള്ള രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കുക. ഇമ്പോർട്ടൻറ്റ് ടൈമിൻ്റെ കാര്യം നമ്മൾ പിന്നീട് പഠിക്കും. ഓക്കെ, ഇത് നിങ്ങൾ ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് പോവുക. ഓവർലാപ്പിംഗ് എന്താണെന്നും മാർക്കറ്റ് എങ്ങനെ 24 hours വർക്ക് ആവുന്നു എന്നുള്ളതിനൊക്കെ നിങ്ങൾക്കൊരു ഐഡിയ കൊണ്ടുവരിക. ഓക്കെ, ഈച്ച് സെഷൻ്റെ ഒരു പേഴ്സണാലിറ്റി ഉണ്ട്. ഇപ്പം ഓരോ സെഷനും അതിൻ്റേതായ ഒരു ബിഹേവിയർ ഉണ്ട്. സോ ഏഷ്യ ആണെങ്കിൽ വളരെ ക്വയറ്റായിട്ടുള്ളൊരു മാർക്കറ്റാണ്. ചെറിയൊരു റേഞ്ച് പോലെ ആയിരിക്കും അത് ബിൽഡ് ചെയ്യുന്നത്, എപ്പോഴും ചെറിയൊരു റേഞ്ച് പോലെ. ചില സമയങ്ങളിൽ ഇപ്പം ന്യൂയോർക്കിൽ രാത്രിയിൽ വലിയ ന്യൂസുകളൊക്കെ വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രമേ രാവിലെ ഏഷ്യൻ ഓപ്പൺ ആവുന്ന സമയത്ത് ഭയങ്കര മാർക്കറ്റ് വോളിയം ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പം ഏഷ്യയുടെ ഇത് നോക്കുകയാണെങ്കിൽ ഈ ഏഷ്യൻ മാർക്കറ്റിൽ ചെറിയ വോളിയം ആയിരിക്കും, വലിയ രീതിയിൽ മൂവുകൾ ഉണ്ടാവില്ല. അതേപോലെ തന്നെ ലണ്ടൻ നോക്കുകയാണെങ്കിൽ ഈ ലണ്ടൻ മാർക്കറ്റ് ന്യൂയോർക്ക് മാർക്കറ്റ്, ഈ ലണ്ടൻ എന്ന് പറയുന്നത് ഇച്ചിരി വലിയ ലിക്വിഡിറ്റികൾ പുഷ് ചെയ്യുന്ന ഒരു മാർക്കറ്റാണ്. ഏഷ്യനെ സംബന്ധിച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടെ ചെറുതിന്ന് തുടങ്ങി വലുതിൽ എൻഡ് ചെയ്യുന്ന രീതിയിലാണ് മാർക്കറ്റ് ബിഹേവ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ലണ്ടനിൽ നല്ലൊരു വോളിയം ഇഞ്ചക്ഷൻ ഉണ്ടാവും. ആ ഇതിൽ നല്ല രീതിയിൽ മാർക്കറ്റ് ഏതെങ്കിലും ഒരു സൈഡിലേക്ക് മൂവ് ചെയ്യും. സോ ഈ ഏഷ്യ റേഞ്ച് ചെയ്യുന്ന റേഞ്ചിങ് എന്താണെന്നൊക്കെ നമുക്ക് പിന്നെ പഠിക്കാം.
ഞാൻ ബിഗിനർക്ക് വേണ്ടി മാത്രമാണ് ഈ സംസാരിക്കുന്നത്. ഓക്കെ, അപ്പം ഏഷ്യ ചെറിയ രീതിയിൽ മൂവ് ചെയ്ത് കഴിയുമ്പം ഈ മൂവ്മെൻ്റ് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലേ. അപ്പോൾ ഈ മൂവ്മെൻറ്റിൻ്റെ കാര്യത്തിൽ ഏഷ്യ വളരെ സ്ലോ ആയിരിക്കും. എന്നാൽ ട്രേഡ് ചെയ്യാൻ പറ്റത്തില്ലെന്നല്ല, ട്രേഡ് ചെയ്യാൻ പറ്റും. ചെറിയ ചെറിയ ട്രേഡുകളൊക്കെ ചെയ്യാം. വലിയ വലിയ ടൈം ഫ്രെയിമിലൊന്നും ട്രേഡ് ചെയ്യുന്ന ആൾക്ക് ഏഷ്യ ട്രേഡ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്, കാരണം ചെറിയ മൂവ് ആയതുകൊണ്ട്. ലണ്ടനിലെ സംബന്ധിച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടെ വോളിയം വരും. GBP യൂറോ പേയേഴ്സ് ഒക്കെ നല്ല രീതിയിൽ പുഷ് ചെയ്യും. അപ്പം ഈ എന്താണ്, അതൊരു പീക്ക് മൊമെൻ്റ് ആണ്. ലണ്ടനും ന്യൂയോർക്കും ന്യൂയോർക്ക് എന്ന് പറയുന്നത് കുറച്ചുകൂടെ ഇമ്പോർട്ടൻ്റ് ആവാനുള്ള കാരണം ഈ USD പേയേഴ്സ് ഭയങ്കര പവർഫുള്ളാണ്. USD ആണ് നമ്മുടെ എല്ലാ പേയേഴ്സിനെയും പുഷ് ചെയ്യുന്നത്. ഈ പുഷ് ചെയ്യുന്ന സമയത്ത് ഈ ന്യൂസുകൾ വരും, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസ്. അവിടുത്തെ CPI, NFP, അതേപോലെ ട്രംപ് സ്പീക്ക്. ഇപ്പം ട്രംപ് ഭരിക്കുന്ന സമയത്താണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം ട്രംപ് സംസാരിക്കുകയാണ്, അവിടുത്തെ പ്രസിഡന്റ് സംസാരിക്കുകയാണെങ്കിൽ നല്ല മൂവ് ഉണ്ടാവും. സോ അതൊക്കെയാണ് ന്യൂയോർക്ക് ഭയങ്കര വോളറ്റിലിറ്റി ആയിരിക്കും. ഭയങ്കരമായിട്ട് തെറിച്ച് പ്രൈസുകൾ പോവും, ന്യൂസുകൾ ഉള്ളത് കൊണ്ട് തന്നെ. അപ്പം അതിനെ സംബന്ധിച്ചായിരിക്കും പിന്നീട് ഈ വേൾഡ് ഫുള്ള് മൂവ് ചെയ്യുന്നത്, USDയുടെ ആ ഒരു സ്ട്രെങ്ത് അനുസരിച്ച്. ഓക്കെ, അപ്പം ഇതാണ് ആ ഒരു പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. മനസ്സിലാക്കി പോവാൻ, നോട്ട് എഴുതുക, എന്താണ് ഞാൻ പറഞ്ഞതെന്നൊക്കെ ഉള്ളത്. ഓക്കെ, സോ ഞാൻ അതിൻ്റെ ഒരു മാപ്പാണ് കൊടുത്തേക്കുന്നത്. എങ്ങനെയാണ് വോളിയം ഈ ഒരു മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ പവർഫുള്ളായിട്ട് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ് ഞാൻ ഈ കൊടുത്തേക്കുന്നത്. ഓവർലാപ്പിംഗ് ടൈം വരും ന്യൂയോർക്കും ലണ്ടനും. അപ്പോൾ ആ സമയത്തൊക്കെ നല്ല രീതിയിൽ മാർക്കറ്റ് മൂവ് ചെയ്യും. സോ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് പിന്നീട് പഠിക്കാം. ഇപ്പം നിങ്ങളിത് മനസ്സിലാക്കി പോവുക. ഓക്കെ, സോ IST പേയേഴ്സ്, ഞാൻ IST ടൈം ഫ്രെയിം കൊടുത്തേക്കുന്ന IST ആൻഡ് GMT ടൈമിങ് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് എഴുതി വെക്കാം, ഇമ്പോർട്ടൻ്റ് ആയിട്ടല്ല. ഇപ്പം അതിനകത്ത് വരുന്ന പേയേഴ്സിൻ്റെ സിഡ്നിയിൽ വരുന്ന AUD USD NSD USD അതിനെക്കുറിച്ച് നമുക്ക് നോക്കാം പിന്നീട്. നിങ്ങളിപ്പോൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി പോകും. ഇത് ഞാൻ റിപ്പീറ്റഡ് ആയിട്ട് പറയാം. ഇനിയും വരുന്ന വീഡിയോസിൽ ഇതിനകത്തോട്ടൊക്കെ വീണ്ടും നമ്മൾ ഇറങ്ങുന്ന സമയത്ത് ഞാൻ ഇതിനെക്കുറിച്ച് വീണ്ടും സംസാരിക്കും. റിപ്പീറ്റഡായിട്ട് ഈ കാര്യങ്ങൾ കേൾക്കുമ്പോഴേ തലയിലോട്ട് കയറത്തുള്ളൂ. അല്ലാണ്ട് എനിക്കിപ്പോൾ പറഞ്ഞേച്ച് പോയിട്ട് പിന്നീട് നിങ്ങൾക്ക് ഇത് മനസ്സിലാവാതിരിക്കുന്ന ഇത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ റിപ്പീറ്റഡായിട്ട് ഇത് ആഡ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും ഇത് കാണുമ്പോഴും എല്ലാം ഇതിങ്ങനെ തല കയറും. ടോക്കിയോ ടൈമിൽ USD JPY, യൂറോ JPY ഒക്കെ നല്ല രീതിയിൽ മൂവ് ചെയ്യും. അതുപോലെ ലണ്ടൻ ടൈമിൽ USD പേയേഴ്സ് ആയിട്ടുള്ള യൂറോ USD GBP USD മൂവ് ചെയ്യും. പിന്നീട് ആൾ പേയേഴ്സ് ഓവർലാപ്പിംഗ് ടൈമിൽ നല്ല രീതിയിൽ എല്ലാ പേയേഴ്സും ന്യൂയോർക്ക് ടൈമിൽ മൂവ് ചെയ്യും. USD CAD USD CHF ന്യൂയോർക്ക് ടൈമിൽ നല്ല രീതിയിൽ മൂവ് ചെയ്യും. സോ ഇതൊക്കെയാണ് നമ്മുടെ പേയേഴ്സ് വെച്ച് നോക്കുമ്പം നിങ്ങൾക്ക് IST ടൈമിൽ കാണാൻ പറ്റുന്ന ടൈമുകളാണ് ഈ എഴുതി വെച്ചേക്കുന്നത്. ഓക്കെ, സോ ഇതാണ് എങ്ങനെയാണ് നമ്മുടെ എക്സിക്യൂഷൻ പോയിട്ട് വീഴുന്നതെന്നുള്ളതിൻ്റെ. ഓക്കെ, എക്സിക്യൂഷൻ പോയിട്ട് എങ്ങനെയാണ് ഇപ്പം നിങ്ങൾ എക്സിക്യൂട്ട് ചെയ്യാണ്. നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്നത് MT4 അല്ലെങ്കിൽ MT5 പ്ലാറ്റ്ഫോം. ഇപ്പം അതാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള, ഏറ്റവും പണ്ട് മുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്നത്. പിന്നെ ഇപ്പോൾ കുറേ പ്ലാറ്റ്ഫോമുകളുണ്ട്. ഞാൻ സംസാരിക്കുന്ന സമയത്ത് MT4 അല്ലെങ്കിൽ MT5-നകത്തായിരിക്കും ട്രേഡ് ചെയ്യുന്നതിനെ കുറിച്ച് സംസാരിക്കുന്നത്. അത് ഞാൻ പറയാം. നിങ്ങൾ ഈ ബൈയും സെല്ലും ചെയ്യുന്ന ഒരു സ്ഥലമുണ്ടല്ലോ, അതിന് പറയുന്ന പേരാണ് ഈ MT4 എന്നും MT5 എന്നും. ഓക്കെ, അതിനെക്കുറിച്ച് നമുക്ക് പറയാം. അപ്പം നിങ്ങളുടെ ട്രേഡ്, നിങ്ങൾക്കിപ്പോൾ ഒരു സാധനം ബൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടുന്ന് ബൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ബ്രോക്കറിലേക്ക് അത് പോകും. ആ ബ്രോക്കറിലേക്ക് അത് ചെന്നതിന് ശേഷം ഈ ബ്രോക്കർ ലിക്വിഡിറ്റി പ്രൊവൈഡേഴ്സ് ആയിട്ടുള്ളവർക്ക് ഇത് നിങ്ങളുടെ ഓർഡർ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും. ആ ട്രാൻസ്ഫർ ഈ ലിക്വിഡിറ്റി പ്രൊവൈഡേഴ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ ബാങ്കാണ്. ഈ ബ്രോക്കർ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബാങ്ക്, ഈ ബാങ്ക് ഇന്റർ ബാങ്ക് മാർക്കറ്റിലേക്ക്, ഈ ബാങ്കുകളുടെ ഹെഡ്ജ് ഫണ്ടുകളുടെ ഒക്കെ മാർക്കറ്റിലേക്ക് ആ ഒരു സെർവറിലേക്ക് എക്സിക്യൂട്ട് ചെയ്യുന്നു. അവിടുന്ന് നിങ്ങളുടെ ഓപ്പോസിറ്റ് എൻട്രീസ് കണക്റ്റ് ആവുന്നു, നിങ്ങളുടെ എൻട്രി എക്സിക്യൂട്ട് ആവുന്നു. ഇതെല്ലാം വളരെ ചെറിയ ഒരു ക്ലിക്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പറ്റും. ഇതെല്ലാം പട്ടപടയെന്ന് നടക്കും. അത്രയ്ക്ക് ഫാസ്റ്റായിട്ടുള്ള സെർവറുകളാണ് ഈ നടക്കുന്നത്. ഇതെല്ലാം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ നിങ്ങളുടെ പൊസിഷൻ അവിടെ ഓപ്പൺ ആവുന്നു. പൊസിഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ബൈ ഓർ സെല്ലിനെയാണ്. ഓക്കെ, അതിനെ കുറിച്ച് നമുക്ക് ഇങ്ങനെ പോകുമ്പോൾ പഠിക്കാം. ഓക്കെ,
സോ എപ്പോഴും ആൾക്കാർ ചോദിക്കുന്നൊരു ചോദ്യമാണ് ഏത് സ്ട്രാറ്റജീസാണ് യൂസ് ചെയ്യുന്നതെന്നുള്ളത്. സോ ഈ സ്ട്രാറ്റജീസൊക്കെ ഏത് ടൈമിൽ വർക്കാവുമെന്നും ഇതൊക്കെ എങ്ങനെയാണ് വർക്കാവുന്നതെന്നും ഒക്കെ അറിയണമല്ലോ. സോ നമ്മൾ ആദ്യം മാർക്കറ്റിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, പിന്നീടാണ് ഈ സ്ട്രാറ്റജീസൊക്കെ വരുന്നത്. നിങ്ങൾ ആദ്യം കാര്യങ്ങൾ ബേസിക് തൊട്ട് പഠിക്കുക. ഓക്കെ, ഒരു ടെൻഷനൊന്നും വേണ്ട ഇതിനകത്ത്. ഇതൊക്കെ വെറുതെ അണ്ടർസ്റ്റാൻഡ് ചെയ്താൽ മാത്രം മതി. നിങ്ങളിപ്പം വണ്ടി ഓടിക്കുന്ന സമയങ്ങളിൽ ഇപ്പം നിങ്ങൾ എൻജിനെ കുറിച്ച് എല്ലാ കാര്യങ്ങളും പഠിച്ചിട്ടാണോ ഒരു കാർ ഓടിക്കുന്നത്? എൻജിൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നും അന്നുപോലും അറിയാത്ത ആൾക്കാരുണ്ട്. പക്ഷേ അതാണ്, നമ്മളിപ്പോൾ ഓയിൽ ചെക്കും കാര്യങ്ങളും ഒക്കെ ചെയ്തല്ലേ വണ്ടി ഓടിക്കുന്നത്. ഇപ്പോൾ ടയറിൽ കാറ്റടിക്കണമല്ലോ. അപ്പം എന്നും ടയറിൽ കാറ്റുണ്ടോ എന്നൊക്കെ നോക്കിയിട്ടാണോ നിങ്ങൾ റൈഡ് ചെയ്യുന്നത്? അല്ല, വണ്ടി ഓടിക്കുന്നത്. അപ്പോൾ അതുപോലെയാണ് നമ്മളുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ എന്നും അതിൻ്റെ ആവശ്യം വരില്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ അതിൻ്റെ ആവശ്യങ്ങൾ വരും. അതിൻ്റെ ബേസിക്കും കാര്യങ്ങളും ഒക്കെ പഠിച്ചിട്ട് വേണം നമ്മൾ മുകളിലോട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ. ഓക്കെ, ഇപ്പം ചെയറിന് 4 കാലില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ താഴെ വീഴും. 3 കാലിൽ ചെയർ നിൽക്കില്ല. നമ്മൾ 4 കാലിൽ തന്നെ നിൽക്കണം, എന്നാലേ ആ ചെയറിൽ ഇരിക്കാൻ പറ്റുള്ളൂ, ഇരുന്ന് സുഖിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പഠിക്കുന്ന കാര്യങ്ങൾ സുഖിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബേസിക്കും കാര്യങ്ങളൊക്കെ പഠിക്കുക. അപ്പം നമ്മൾ ഇന്ന് എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചതെന്നുള്ളതിന് നമുക്കൊരു ഇതാണ്. നമ്മൾ മാർക്കറ്റ് 24 hours മാർക്കറ്റിനെ കുറിച്ച് പറഞ്ഞു, OTC മാർക്കറ്റ് എന്താണെന്ന് പറഞ്ഞു, 4 സെഷൻസിനെ കുറിച്ച് പറഞ്ഞു, പെർഫെക്റ്റ് വിൻഡോ, ഏത് ടൈമിലാണ് ലിക്വിഡിറ്റീസ് ഉള്ളതെന്ന് പറഞ്ഞു, എക്സിക്യൂഷൻ ചെയിനിനെ കുറിച്ച് പറഞ്ഞു. സോ ടൈമിങ് ഈസ് എവരിത്തിങ് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി ഇതിനകത്തൂടെ. ഏത് ടൈം എങ്ങനെ എന്നുള്ള കാര്യങ്ങളും എല്ലാം നമുക്ക് മനസ്സിലായി. സോ അതാണ് ഈ 24 hours മാർക്കറ്റിനകത്തുള്ളത്. നെക്സ്റ്റ് എപ്പിസോഡ് 3 നമ്മൾ കറൻസി പെയേഴ്സിനെ കുറിച്ച്, ഏതൊക്കെ മേജർ പെയേഴ്സ്, എക്സോട്ടിക് പെയേഴ്സ് നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞാണ്. നമ്മൾ ഡീപ്പ് ഡൈവായിട്ട് പോകും. പിന്നെ ബേസ് കറൻസി എന്താണ്, ബേസും കോട്ടും എന്താണെന്നുള്ളത് കറൻസിയുടെ നമ്മളത് പറയും. അതെന്താണ് മീൻ ചെയ്യുന്നതെന്നുള്ള കാര്യമെല്ലാമാണ് നമ്മൾ അടുത്ത വീഡിയോയിൽ പറയാൻ പോകുന്നത്. സോ ഇതിനകത്ത് നെക്സ്റ്റ് വീഡിയോയിൽ വരുന്ന സമയത്ത് ചിലപ്പോൾ സെഷൻസിനെ കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചും, ഇപ്പം ഏതൊക്കെ സെഷനിലാണ് വർക്ക് ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. തന്നെ അടുത്ത വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ടാവും. അപ്പോൾ നിങ്ങളത് വീണ്ടും കേൾക്കുക, വീണ്ടും കേട്ട് പോവുക. ഓരോന്നിനകത്ത് നമ്മൾ ചെറിയ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്ത് നമ്മളത് ലാസ്റ്റിൽ എൻഡ് ചെയ്യാം. അങ്ങനെയാണ് ഞാൻ പ്ലാൻ ചെയ്തേക്കുന്നത്. എന്നാൽ റിപ്പീറ്റായിട്ട് ചെയ്താലേ പഠിക്കുകയുള്ളൂ. നിങ്ങളിതിപ്പം വീണ്ടും വന്ന് ഇത്രയും ലെങ്തി ആയിട്ടുള്ള വീഡിയോസ് കാണുന്നത് ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ എപ്പിസോഡ് പോകുന്നതനുസരിച്ച് നമ്മൾ അതിനകത്തേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്ത് നമ്മൾ കൊണ്ടുവരും. ഓക്കെ, നോട്ട് പ്രോപ്പറായിട്ട് എഴുതുക. അപ്പം സീ യു ഗൈസ് ഇൻ നെക്സ്റ്റ് വീഡിയോ. സ്റ്റേ സേഫ്.